ഡ്രൈവർ എച്ച് എൽ യദുവിനെതിരെ പോലീസ് KSRTCക്ക് റിപ്പോർട്ട് നൽകും. മേയറുമായുള്ള തർക്ക ദിവസം ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAക്കുമെതിരെ ചുമത്തിയത് ദുർബല വകുപ്പുകൾ എന്ന ആക്ഷേപം. മേയർ ഡ്രൈവർ തർക്കത്തിൽ ബസ്സിലെ മെമ്മറി കാർഡ് എങ്ങനെ കാണാതായെന്ന് പോലീസ് കണ്ടെത്തട്ടെ എന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. ഈ രണ്ട് കേസുകളും പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ അവിടെ KSRTCക്ക് റോളില്ല. പോലീസ് വന്ന് പരിശോധിക്കുമ്പോൾ ഈ മെമ്മറി കാർഡ് കാണുന്നില്ല. ക്യാമറയിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം 4 വണ്ടി പാർക്ക് ചെയ്തിരുന്നതിൽ 3 വണ്ടിയിലും അതുണ്ട്. അങ്ങനെ ഊരി എടുക്കാറില്ല. വണ്ടി അടച്ചാണ് ഇടുന്നത്. പക്ഷേ അതെല്ലാം പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോലീസ് അന്വേഷിച്ച് വരുമ്പോൾ അവരുടെ കണ്ടെത്തൽ എന്താണെന്ന് നോക്കിയിട്ട് മാത്രമേ നടപടി ഉണ്ടാവുള്ളൂ. അത് ആരെടുത്തു എന്ന് പോലീസാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കതിനുള്ള വഴിയില്ല. കാരണം അവിടെ ക്യാമറയൊന്നും ഇല്ലെന്നാണ്. ഈ ആക്ട്രസ് പറയുന്ന സമയത്ത് ഈ വണ്ടി ഓടിച്ചിരുന്നത് ഈ യദു എന്ന ഡ്രൈവർ തന്നെയായിരുന്നു. അത് നമ്മളതിൽ രേഖയുണ്ട്. ഇന്നലെ മാധ്യമങ്ങളിലൊക്കെ ഈ ഡ്രൈവർ പറയുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം തൃശ്ശൂരിനപ്പുറം പോയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഈ വഴിക്കടവ് വണ്ടി ഓടിച്ചിരുന്നത് ഇദ്ദേഹം തന്നെയായിരുന്നു. ഈ ആക്ട്രസ് പറയുന്നതിൽ പൂർണ്ണമായി സത്യമുണ്ടെന്നുള്ളവരെ ഇനി ബാക്കി തെളിവും കൂടെ എടുത്തതിനെ അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ അവർ പറയുന്നതിൽ സത്യമുണ്ട്. കാരണം ആദ്യം ഇയാൾ തന്നെയാണ് ഓടിച്ചതെന്ന് കണ്ടെത്തി. ഡ്രൈവർ LH യദുവിനെതിരായ പരാതിയിൽ നടി റോഷ്ന ആൻഡ്രോയ്ക്ക് മന്ത്രി KB ഗണേഷ് കുമാർ ഫോണിൽ വിളിച്ച് പിന്തുണ അറിയിച്ചു. തനിക്ക് നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്ന് റോഷ്ന ആൻഡ്രോയ് 24നോട് പറഞ്ഞു. വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തെ നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞത് ഇത്രയും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് ഒരു സ്ത്രീ എടുത്തു ചാടുമെന്ന് അതും ബോധപൂർവം എടുത്തു ചാടുമെന്ന് വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഇതൊരു ജെന്യുവിൻ കേസായിട്ട് അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ട് ഇതിൽ ഇടപെടുകയാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ തെളിവെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അന്നേ ദിവസം ജോലിയിലുണ്ടായിരുന്ന MBD അവരെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നെന്ന് പറയുന്നു. അതുപോലെ തന്നെ കണ്ടക്ടറെ മൊഴി രേഖപ്പെടുത്തും എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് നീതി കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കോളിലൂടെ മനസ്സിലാക്കിയത് അദ്ദേഹം നമുക്ക് സപ്പോർട്ടായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഈ ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ട് അത് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ പോലീസ് KSRTCക്ക് റിപ്പോർട്ട് നൽകാൻ പോവുകയാണല്ലോ. മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ നടക്കുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം നടത്തുന്ന പ്രതികരണം എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഷഫീദ്? ഉന്മേഷ, ഈ മേയർ KSRTC ഡ്രൈവർ തർക്കവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായ വിവാദത്തിൽ വലിയ തരത്തിലുള്ള വഴിത്തിരിവുകൾ ഇപ്പോൾ സംഭവിക്കുന്നതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. അതിൽ ഇന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത് KSRTCക്ക് തിരുവനന്തപുരം സിറ്റി പോലീസ് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഈ സംഭവ ദിവസം തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് പാളയത്ത് ബസ് തടയുന്നത് വരെ KSRTC ബസ്സിന്റെ ഡ്രൈവറായിട്ടുള്ള LH യദു 1 മണിക്കൂറിലധികം സമയം ഫോണിൽ സംസാരിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. അതായത് അയാളുടെ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് പോലീസ് അങ്ങനെ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത്. അതിൽ സാധാരണയിൽ നമ്മളടക്കം ദീർഘദൂര ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവരാണ്. തൃശ്ശൂർ തിരുവനന്തപുരം റൂട്ടിൽ ഒരു 10 മിനിറ്റോളമെങ്കിലും ഒരു ഹോൾട്ട് ഉണ്ട്. അത് ഒഴിച്ചു നിർത്തിയാൽ പോലും ഏതാണ്ട് 50 മിനിറ്റിലധികം സമയം ഇയാൾ ബസ് ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇതിലെ പോലീസ് ഗുരുതരമായ വീഴ്ചയായി കണ്ടെത്തുന്നത്. ഡ്രൈവിംഗ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്നുള്ള നിയമലംഘനം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരിക്കും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് KSRTCക്ക് റിപ്പോർട്ട് നൽകുക. അങ്ങനെ റിപ്പോർട്ട് ലഭിച്ചാൽ സ്വാഭാവികമായും KSRTCക്ക് അക്കാര്യത്തിൽ യദുവിനെതിരെ നടപടിയെടുക്കേണ്ടി വരും എന്നുള്ളത് ഒന്നാമത്തെ വിവരം. രണ്ടാമത് ഇതുമായി ബന്ധപ്പെട്ട KSRTC വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള KB ഗണേഷ് കുമാറിന്റെ പ്രതികരണമാണ്. അദ്ദേഹം പറയുന്ന കാര്യം ഈ മെമ്മറി കാർഡ് കാണാത്തതിലടക്കം ദുരൂഹതയുണ്ട്. 4 ബസ്സുകളായിരുന്നു ഡിപ്പോയിൽ പാർക്ക് ചെയ്തതിൽ 3 ബസ്സുകളിലും മെമ്മറി കാർഡ് ഉണ്ട്. ഒരു ബസ്സിൽ നിന്ന് മാത്രം എങ്ങനെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തി കണ്ടെത്തട്ടെ. അതിനുശേഷം നടപടിയിലേക്ക് കടക്കുമെന്നും ഇന്ന് മന്ത്രി KB ഗണേഷ് കുമാർ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഈ മെമ്മറി കാർഡ് നഷ്ടമായ സംഭവവുമായി ബന്ധപ്പെട്ട് യദുവിനെ കേന്ദ്രീകരിച്ചും പോലീസിന് ചില സംശയങ്ങളുണ്ട്. കാരണം ഈ ജാമ്യം നേടി പുറത്തിറങ്ങിയ ശേഷം യദു തൊട്ടടുത്ത ദിവസം ഈ ബസ് ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം പോലീസ് നടത്തും. മാത്രവുമല്ല, ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതിനു ശേഷം യദു ആരുമായിട്ടൊക്കെ ഫോണിൽ ബന്ധപ്പെട്ടു എന്നടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. സിനിമാ താരം റോഷ്നയുടെ പരാതിയിലും വളരെ നിർണായകമായിട്ടുള്ള ചില നീക്കങ്ങൾ ഇന്ന് നടന്നു. വകുപ്പ് മന്ത്രി തന്നെ സമ്മതിക്കുന്നുണ്ട് റോഷ്ന പറഞ്ഞ ചില കാര്യങ്ങളിൽ സത്യങ്ങളുണ്ട് എന്നുള്ളത്. അതായത് ജൂൺ 18-ാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് വഴിക്കടവ് സർവീസ് ആരംഭിക്കുമ്പോൾ KSRTC ബസ് ഓടിച്ചത് യദുവാണ്. 19-ാം തീയതി തിരികെ തിരുവനന്തപുരത്തേക്ക് വരുമ്പോഴും, അതായത് റോഷ്ന ആരോപിച്ച ദിവസം തിരുവനന്തപുരത്തേക്ക് വരുമ്പോഴും ആ ബസ് ഓടിച്ചത് KSRTC ഡ്രൈവറായിട്ടുള്ള യദു തന്നെയാണെന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. യദു അതുമായി ബന്ധപ്പെട്ട് ആദ്യം മാധ്യമങ്ങൾ നടത്തിയ പ്രതികരണം നുണയാണെന്നും ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും KSRTC മന്ത്രിയായ KB ഗണേഷ് കുമാർ 24നോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഉന്മേഷ്.
ശരി, ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.